ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ഈ ഡിസംബർ സൈക്കിളിന്റെ എക്സാം ഇപ്പോൾ ജനുവരിയിൽ നടന്നതാണ്. അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ UGC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്കിനി 3-ാം തീയതി വരെ ആ ഒരു റിസൾട്ട് നോക്കാൻ പറ്റുകയുള്ളൂ. കേവലം 3 ദിവസം മാത്രമാണ് നമുക്ക് ഇതിനുള്ള സമയം UGC നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ എക്സാം എഴുതിയവർ അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് അവരുടെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. പ്രൊഫഷണൽ ആൻസർ കീ ആണ്. ആ ആൻസർ കീ പ്രകാരം നിങ്ങൾ ചെയ്ത ആൻസറിനെ നിങ്ങൾക്കൊന്ന് വിലയിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ചലഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ചലഞ്ച് ചെയ്യുമ്പോൾ 200 രൂപ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചലഞ്ച് ചെയ്യുന്നതിന് അടക്കേണ്ടി വരും. അത് റീപേയ്മെന്റ് അല്ല, അതായത് റീഫണ്ട് ചെയ്ത് കിട്ടില്ല. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്ന ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയിലാണ് UGC നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എഴുതിയിരിക്കുന്ന പരീക്ഷ, നമ്മൾ എഴുതിയിരിക്കുന്ന എക്സാമിനേഷൻ എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ്ഡ് ആയി എന്നോ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സ്കോർ കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഈ ഒരു ആൻസർ കീ വിലയിരുത്തുക എന്ന് പറയുന്നത്. അതിനുള്ള അവസരം UGC NDA നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അപ്പം അത് എന്ന് മുതലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എക്സാമിനേഷൻ നടന്നിരിക്കുന്നത് അതായത് 3-ാം തീയതി മുതൽ ജനുവരി 3-ാം തീയതി തുടങ്ങി 27-ാം തീയതി അവസാനിച്ച എക്സാം വരെയുള്ളതിന്റെ ആൻസർ കീ ആണ് നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് 3-ാം തീയതി തുടങ്ങി 3, 6, 7, 8, 9, 10, 16, 21, 27 തീയതികളിൽ നടന്ന എക്സാമുകളുടെ ആൻസർ കീകൾ മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള എക്സാമുകളുടെ ആൻസർ കീകൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിലവിൽ ഇത്രയും ഡേറ്റിൽ നടന്ന എക്സാമിനേഷന്റെ കീ ആണ് UGC NDA പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡേറ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കീ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇനിയും ഇതെന്നാണ് കീ ഓപ്പൺ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 ജനുവരിയിലാണ് ഈ ഒരു കീ ഓപ്പൺ ആയത്. ഇനി ഇത് നമുക്ക് എന്ന് വരെ ഇത് അവൈലബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി വൈകുന്നേരം 6 മണി വരെ മാത്രമേ നമുക്കിത് അവൈലബിൾ ആയിരിക്കുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി ഉള്ളത്. എത്രയും പെട്ടെന്ന് എഴുതിയവരിത് അത് നോക്കാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കിത് സ്വയം വിലയിരുത്തുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾക്ക് ഏകദേശം എക്സാമിനേഷൻ്റെ ടഫ്നെസ്സും ലെവലും ഒക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കും. ഏകദേശം നമുക്ക് ഏതാണ് നമുക്ക് PhD ആണോ കിട്ടാൻ സാധ്യത, നെറ്റ് ആണോ കിട്ടാൻ സാധ്യത, അതുമല്ലെന്നുണ്ടെങ്കിൽ JRF തന്നെ കിട്ടുമോ എന്നൊക്കെ വിലയിരുത്താൻ ഒരു പരിധിവരെ നമ്മളെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തൽ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം 6 മാസത്തിനുള്ളിൽ തന്നെ പുതിയ എക്സാം എത്തും എന്നുള്ളതാണ്. നമ്മുടെ UGC നെറ്റിന്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രാക്കിൽ തന്നെ നമുക്ക് ഇനിയും മുമ്പോട്ട് പോകേണ്ടതുണ്ട്. റിസൾട്ട് വരുന്നവരെ നമുക്ക് ഒരു ഷുവർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏണസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ ഓൾറെഡി അവതരിപ്പിച്ച ഒരു പ്ലാനാണ്. അതായത് 2 വർഷം നീണ്ടു നിൽക്കുന്ന, അതായത് 4 എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മൾട്ടി യൂട്ടിലിറ്റി പ്ലാൻ എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കോഴ്സിനെ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 എക്സാമുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഇതുവരെ ചേർന്നിട്ടില്ലാത്തവർ ഉടൻ തന്നെ ചേർന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആൻസർ കീ വിലയിരുത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാൻ പറ്റും. അപ്പം സംശയമുള്ളവരും ഒപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് PhD അല്ലെങ്കിൽ കിട്ടില്ല എന്നോ, ഇപ്പം PhD മാത്രമേ കിട്ടുള്ളൂ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ തോന്നുമെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനുവേണ്ടി തയ്യാറെടുക്കുക. കാരണം നമ്മുടെ മുമ്പിൽ ഇനിയും വലിയ ലക്ഷ്യങ്ങളുണ്ട്. JRF ആയിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലേക്ക് നടന്നെടുക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ മൾട്ടി വാലിഡിറ്റി പ്ലാനിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ 4 എക്സാമുകൾ, 4 UGC നെറ്റ് എക്സാമുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുവരെ പോകാതെ നിങ്ങൾക്ക് 2-മത്തെയോ 1-മത്തെയോ തന്നെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.